നമസ്തേ. CPIM പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറി ശ്രീ ME ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളതായി ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രസ്താവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി പറയുന്നതെല്ലാം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുകയില്ല. അപ്പോൾ പാർട്ടിക്ക് എന്താണ് വില? ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതുവരെ പാർട്ടി പറയുന്നത് നടപ്പിലാക്കാത്ത സംസ്ഥാന ഭരണ നേതൃത്വത്തെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് താഴെ ഇറക്കും. പാർട്ടി പറയുന്നതേ അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തിന്? ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സ്റ്റാഫിനെ പോലും, പേഴ്സണൽ സ്റ്റാഫിനെ പോലും ഓരോരുത്തർ ആരൊക്കെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് പാർട്ടിയാണ്. അല്ലാതെ സ്വന്തമായിട്ട് മന്ത്രിമാർക്ക് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭരണത്തിന്മേൽ പിടിമുറുക്കുന്ന ഒരു പാർട്ടി നേതൃത്വമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പാർട്ടി നേതൃത്വം സംസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ പരമാധികാരിയായ ഒരു സെക്രട്ടറി എന്ന് വിലപിക്കുകയാണ്. ഞങ്ങൾ പറയുന്നതെല്ലാം ഇവർ കേൾക്കത്തില്ല, ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഇവർക്ക് ബാധ്യത, ഇവർക്ക് കഴിയത്തില്ല. ഞങ്ങളുടെ റോൾ എന്താണ്? പിന്നെ അത് പറയൂ സെക്രട്ടറി, അത് പറയൂ മിസ്റ്റർ ഗോവിന്ദൻ, നിങ്ങളുടെ റോൾ എന്താണ്? അതായത് സർക്കാർ എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു ന്യായീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ജോലി? ഭരണ നേതൃത്വത്തെ ഇൻക്ലാബ് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ രീതി? ഇതാണെങ്കിൽ നിങ്ങൾ പറയുന്നത്, പാർട്ടി പറയുന്നത്, അപ്പം ജനങ്ങൾ വിശ്വസിക്കാമോ? എങ്ങനെ വിശ്വസിക്കും? ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന ഭരണ നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് എന്ത് വില? പാർട്ടി നൽകിയ വാഗ്ദാനങ്ങൾക്ക് എന്ത് വില? പാർട്ടി നൽകിയ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ത് വില? ഞങ്ങൾ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ മറ്റേത് ചെയ്യത്തില്ല എന്ന് പാർട്ടി പറഞ്ഞാൽ, ആ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണോ ഭരണ നേതൃത്വം ചെയ്യേണ്ടത്? അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവുകയില്ലേ ചെയ്യേണ്ടത്? പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഭരണത്തെക്കുറിച്ച്, ഒരു പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾ എങ്ങനെ മതിക്കണം? ഏറ്റവും മോശമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ടല്ലേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഓരോന്ന് പറയും വോട്ട് കിട്ടാൻ വേണ്ടി. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തോന്നിയതുപോലെ. ഇതല്ലേ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്? എന്തൊരു ദയനീയ വിലാപമാണ് ഒരു പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി നടത്തുന്നത്. നാണമില്ലേ MV ഗോവിന്ദൻ? നിങ്ങൾ ആ പദവി കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ വലിയ വീമ്പടിക്കാറുണ്ടല്ലോ മാർക്സിസ്റ്റുകാർ. അതായത് പാർട്ടിയേക്കാൾ വളർന്നു കഴിഞ്ഞാൽ ഏത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും ഞങ്ങൾ വെട്ടി താഴെയിടുമെന്ന്. അതിന് ഒരു അറപ്പും ഞങ്ങൾക്കില്ല. നിങ്ങൾ കുറേ വെട്ടുന്ന ആളുകളാണെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷേ സ്വർണം കായ്ക്കുന്ന മരം നിങ്ങൾ വെട്ടത്തില്ല. അങ്ങനെ വെട്ടിയ ചരിത്രമില്ല. അതിനുള്ള ഒരു ഉദാഹരണമാണിത്. സ്വർണം കായ്ക്കുന്ന മരങ്ങൾ നിങ്ങൾ വെട്ടത്തില്ല. വെട്ടിയാൽ നിങ്ങളുടെ നിലനിൽപ്പില്ലാതാകും. സ്വർണം കായ്ക്കുന്ന മരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണിന്നിപ്പം അവരുടെ വാക്കുകൾക്ക്, അവരുടെ പ്രവൃത്തികൾക്ക് ന്യായീകരണം കണ്ടെത്തുകയാണ് നിങ്ങൾ എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വേമ്പടിക്കുന്ന ഗുണങ്ങളൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ ഈ സ്വർണ്ണമരത്തിൽ വീണുപോയി. സ്വർണമാണ് നിങ്ങൾക്ക് വേണ്ടത്, കാശാണ്. നിങ്ങൾ ഈ വലിയ വീമ്പൊക്കെ അടിക്കുന്നില്ല. നിങ്ങൾ ജീവിക്കുന്നത് സങ്കല്പം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളിൽ നിന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്നുമൊക്കെ പിരിവെടുത്താണ് പാർട്ടി കെട്ടിപ്പടുത്തത്. അങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നാണല്ലോ. പക്ഷേ അതൊക്കെ പച്ചക്കള്ളമാണ്, കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. പണ്ട് എങ്ങനെയായിരുന്നു പാർട്ടി സമ്മേളനം നടത്തിയിരുന്നത്? ഇതുപോലെ പിരിവെടുത്തായിരുന്നു. എൻ്റെ അച്ഛൻ കേരള 1957 സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ ഒരു പാർട്ടി കാർഡ് ഹോൾഡറായിരുന്നു. വലിയ സജീവ പ്രവർത്തകനായിരുന്നു. 64 പാർട്ടി പിളർന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ അതിൽ നിന്ന് മാറിയത്. പക്ഷേ സജീവ പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയോടെ നിന്നു. കാരണം അദ്ദേഹത്തിന് കൂടുതൽ വിപ്ലവം വേണമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അടുത്ത ഒരു സുഹൃത്ത് വലത് കമ്മ്യൂണിസ്റ്റിലും പോയി. അവർ തങ്ങളിലുള്ള ആത്മബന്ധത്തിന് അങ്ങനെ ഒരു ഉലച്ചിൽ തട്ടിയെങ്കിലും
പാർട്ടി അതിനിടയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും വളരെ ശ്രദ്ധിച്ചിരുന്നതായിട്ട് എനിക്കറിയാം. അന്നൊക്കെ എന്തൊരാവേശമായിരുന്നു ജനങ്ങൾക്ക്. പാർട്ടി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുമെന്നാണ് അന്ന് ജനങ്ങളുടെ വിശ്വാസം. ഇന്നും അങ്ങനെ തന്നെയാണ് പാവങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ പാവങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ. നിങ്ങൾ പറയുന്നതിനൊന്നും ഒരു വിലയില്ലെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകൂ എന്ന നിസ്സഹായാവസ്ഥയിൽ ഒരു പാർട്ടി സെക്രട്ടറി എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ പാർട്ടിയുടെ വിശ്വാസ്യതയേ ഇല്ലാതായി. ഇത് ഈ ഇതിന് മുമ്പുള്ള പാർട്ടി സെക്രട്ടറിമാർ ഇങ്ങനെയായിരുന്നു. അവർ വരയ്ക്കുന്ന വരയിൽ സർക്കാരിനെ നിർത്തുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒരു 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 നിരാശയോടെ നിസ്സഹായനായ നിരായുധനായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി നിന്ന് വിലപിക്കുകയാണ്. അതായത് അദ്ദേഹം തന്നെ സർട്ടിഫൈ ചെയ്യുകയാണ്, ഞങ്ങൾ പറയുന്നതിനൊന്നും ജനങ്ങളെ നിങ്ങൾ വലിയ വിലയൊന്നും കൽപ്പിക്കേണ്ട. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റത്തില്ല. ചെയ്യത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തെന്ന് വരാം, ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തില്ലെന്നും വരാം. ഞങ്ങൾ ഏതിനൊക്കെ എതിരെ സമരം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞങ്ങളിപ്പം ചെയ്തെന്ന് വന്നേക്കാം. ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല. പിന്നെ നിങ്ങൾ ഈ ജനങ്ങളെ കൊണ്ട് കടന്ന് അടിയും വെടിയും ഒക്കെ കൊള്ളിച്ചത് എന്തിനാണ് സഖാവേ? നിങ്ങൾ അവരെയൊക്കെ ഒരു ജനതയെ മുഴുവൻ പറ്റിക്കുകയല്ലേ? എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിച്ചുകൊള്ളുകയാണ്. ഞങ്ങൾ നിസ്സഹായരാണ്, സർക്കാർ പലതും ചെയ്യുന്നുണ്ട്. എന്തൊരു കഷ്ടം! ജനങ്ങളിത് തിരിച്ചറിയണം, എവരെ തൂത്തെറിയണം. അതാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.